ഞാൻ അതിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പുറത്ത് എനിക്കെതിരെ ഭയങ്കര പ്രശ്നമായതാണ്. അതായത് സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണായാലും മാറ്റി നിർത്തും. നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ ശരിക്കും അത് എടുക്കേണ്ട രീതിയിൽ, ഞാൻ പറഞ്ഞ സാധനത്തിനെ എടുക്കേണ്ട രീതിയിൽ നിങ്ങളൊന്ന് കാലിബ്രേഷൻ ചെയ്ത് നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതിൻ്റെ സാധനം നിങ്ങൾക്ക് തരാം. എന്താന്ന്, അതായത് നമ്മൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കെട്ടിക്കൊണ്ടുവരണം. നമ്മുടെ ഭാര്യനെ കെട്ടിക്കൊണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫാദറും നമ്മുടെ ഭാര്യയും തമ്മിൽ ഒക്കണില്ല. എപ്പോഴും അടിയും ബഹളവും കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യും, ഫാദറിനെ മാറ്റിയിട്ട് നമ്മൾ വേറെ വീട്ടിൽ പോകില്ലേ, വീട് മാറി താമസിക്കില്ലേ. അപ്പൊ അതായത് ഫാദറിനെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാറി താമസിക്കുന്നുള്ളതാണ് അല്ലേ. ആ കുടുംബത്തിൽ നല്ലതല്ലേ, പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്ത് ചെയ്യണം, നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ ആങ്ങളെ പെങ്ങന്മാര് നമുക്കൊരു സ്ഥലം പാവം വയ്ക്കേണ്ട പ്രശ്നമാരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ഒരു പൈസയുടെ പ്രശ്നമാരാണ്. അടി ഉണ്ടാക്കാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. കുറവാണ് ഉണ്ടാക്കാത്ത ആൾക്കാർ. സ്വത്തിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കാത്ത ആൾക്കാർ കുറവാണ്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പേര് നമ്മൾ എതിർത്ത് പറയില്ലേ. സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയായാലും മോഹിച്ച പെണ്ണായാലും മാറ്റി നിർത്തും.